ഹായ് ഫ്രണ്ട്സ്, ടെസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കശ്വാരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറികൾ കുറേ തരം വെച്ചിട്ടുണ്ടല്ലേ, പിന്നെ കൂടുതൽ നമ്മൾക്ക് ചിക്കൻ മസാല ഇട്ടിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ 1 കിലോ കഴുകി വെള്ളമൊക്കെ വറുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള 3 എണ്ണമാണ്, അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. പിന്നെ തക്കാളി അതേപോലെ ഒരു 3 എണ്ണം ചെറിയ പീസുകളാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂൺ, ഉപ്പ് നമ്മുടെ പാകത്തിന്. പിന്നെ ഇതിലേക്ക് കുരുമുളകാണ്, അതൊരു 1.5 ടീസ്പൂണ്. ഇത് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, അതിങ്ങനെ നടുവൊന്ന് പതുക്കെ കീറി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയില. ഇത്ര കൂട്ടാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഓയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഓയിലല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ലെന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന ആ പാത്രം തന്നെ വെച്ചിട്ട് അതൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അധികം വറുത്തെടുക്കല്ല, നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കടായി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വേവാത്ര തന്നെ കേട്ടോ. ഒന്ന് പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അതുപോലെ മറ്റേ ചിക്കൻ കൂടിയിട്ട് ഇതൊക്കെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നമ്മളെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ്, ഒന്ന് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കണം കേട്ടോ. സവാള നന്നായി ബ്രൗൺ കളറാവണം, അത് വരയ്ക്ക് വാട്ടിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ സവാള, അപ്പോഴാണ് ഇതിൻ്റെ ആ പാകം റെഡി ആവുള്ളൂ. അപ്പം അതുവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, നമ്മുടെ പച്ചമുളക്, കുറച്ച് മല്ലിയില. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുരുമുളക് പൊടി ഏകദേശം 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ്. പിന്നെ മല്ലിയില അത് നമുക്കൊരു ചെറിയൊരു പിടി. പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് നടു കയറിയിട്ടുള്ളത് കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടി പച്ചമുളകൊക്കെ ഇട്ടത് നന്നായി ഒന്ന് വാങ്ങിയ പച്ചമുളകൊക്കെ നന്നായി മാറിപ്പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പുഴുങ്ങി വെച്ചിട്ടില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഒരു ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ അവസാനം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ എല്ലാത്തിനും ആവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടിയിട്ട് വേവിക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേവിക്കുക കേട്ടോ.
ചിക്കൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മൂടിയിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതാണ് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടിയിട്ട് വേവിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടിയിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലയും ഇട്ടു. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടാ. പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ആവശ്യം. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നിട്ടാ. അപ്പോൾ ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കൊന്ന് മുകളിലിട്ട് കൊടുക്കാം. മല്ലിയില ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കി നോക്കാം. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നോക്കട്ടെ കേട്ടോ. നന്നായി വെള്ളിയുണ്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായി വെന്ത് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ. അപ്പോൾ നമ്മുടെ കട്ട്വാരി ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് പാരി ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ മസാല തന്നെ ഇട്ട് വെക്കുന്ന പോലെയല്ല, ഇത് വേറൊരു വെറൈറ്റി ആണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വെച്ച് വരും. അതുവരെയ്ക്ക് ബൈ.